നെക്സ്റ്റ് ന്യൂമറിക്കൽ ഇൻറ്റഗ്രേഷൻ ആണ് പറയാൻ പോണത്. ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ നമ്മൾ പറഞ്ഞില്ലേ, എങ്ങനെയായിരുന്നു അത്? കുറച്ച് പോയിൻറ്റ്സും ആ പോയിൻറ്റിൽ എഫിൻ്റെ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് പറ്റിയ പോയിൻ്റ് കണ്ടെത്താൻ പറ്റും. അതാണ് പറഞ്ഞിരുന്നത്. ഇവിടെ അതുപോലെ തന്നെ കുറച്ച് വാല്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രോബ്ലത്തിലൊക്കെ ശരിക്കും ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ ആ പോയിൻറ്റ്സിലുള്ള ആ ഫംഗ്ഷൻ്റെ വാല്യൂ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ ഇൻ്റർവെൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. ഇൻ്റഗ്രൽ എ ടു ബി ആണെങ്കിൽ എയും ബിയും അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ ജസ്റ്റ് പോയിൻറ്റിലുള്ള ഫംഗ്ഷൻ്റെ കുറച്ച് പോയിൻറ്റ്സിലുള്ള വാല്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇൻ്റഗ്രൽ കാണാം. പിന്നെ ഇൻ്റഗ്രൽ കാണാം, ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, അതായത് ഇൻ്റഗ്രൽ എ ടു ബി ലിമിറ്റ്സ്, ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് തന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നോക്കാം. ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ മീൻ ചെയ്യണത് അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് തന്നിട്ടുണ്ട്, അതായത് ഇൻ്റഗ്രൽ എ ടു ബി എന്നുള്ള ഫോമിൽ. ദി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ ദാറ്റ് ഹാസ് നോ എക്സ്പ്ലിസിറ്റ് ആൻറ്റി ഡെറിവേറ്റീവ് ഓർ ഊസ് ആൻറ്റി ഡെറിവേറ്റീവ് ഈസ് നോട്ട് ഈസി ടു ഒബ്റ്റെയിൻ. ചില ഫംഗ്ഷൻ്റെ ഒക്കെ ഇൻ്റഗ്രൽ കാണാൻ, അതായത് ആൻറ്റി ഡെറിവേറ്റീവ് മീൻസ് ഇൻ്റഗ്രലായി കിട്ടുന്ന ഫംഗ്ഷനാണ് അല്ലേ. ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫംഗ്ഷനാണ് നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയാറുള്ളത്. ചില ഫംഗ്ഷനൊക്കെ നമുക്ക് ആൻറ്റി ഡെറിവേറ്റീവ് കിട്ടാൻ ബുദ്ധിമുട്ടാവും, അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ചില ഫംഗ്ഷൻസിന് ബുദ്ധിമുട്ടാവും. ആ സമയത്തൊക്കെ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. കറക്റ്റ് വാല്യൂ കിട്ടിയില്ലെങ്കിലും അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്കിത് യൂസ് ചെയ്തിട്ട് കിട്ടും. ഓക്കെ, കുറേ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ ഇൻ്റഗ്രേഷൻ പഠിക്കുന്ന സമയത്തൊക്കെ കാണുന്നതാണ്. ചിലതൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ശരിയാവും, ചിലത് ഏതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് തന്നെ കൺഫ്യൂഷനാവും, അങ്ങനെയൊക്കെ. അപ്പോൾ ആ രീതിയിലുള്ളതൊക്കെ ഈ മെത്തേഡ് കൂടി ചെയ്യാൻ പറ്റും. ദി ബേസിക് മെത്തേഡ് ഇൻവോൾവ്ഡ് ഇൻ അപ്രോക്സിമേറ്റിംഗ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് കാൾഡ് ന്യൂമറിക്കൽ ക്വാഡ്രേച്ചർ. അതായത് ഇവിടെ യൂസ് ചെയ്യുന്ന ബേസിക് മെത്തേഡ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ക്വാഡ്രേച്ചർ ആണ്. ഇറ്റ് യൂസസ് ദി summation I from 0 to n ai f of xi to approximate integral a to b f of x dx. അതായത് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു സമ്മാണ് അല്ലേ. ഒരു ഇൻ്റർവെല്ലുള്ള കംപ്ലീറ്റ് പോയിൻറ്റ്സിലും ഉള്ള ഫംഗ്ഷൻ വാല്യൂ അതിൻ്റെ സമ്മാണ് വരുന്നത് അല്ലേ. ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് മീൻ ചെയ്യണത് ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ അല്ലെങ്കിൽ ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആണെങ്കിൽ അങ്ങനെ ആ ഇൻ്റർവെല്ലിൽ വരുന്ന ഓരോ പോയിൻറ്റിലും എഫിൻ്റെ വാല്യൂ എടുത്തിട്ട് സം ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ഇത് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർവെല്ലിലെ വാല്യൂസ് നമുക്ക് ഓരോന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ഒരു ഇൻ്റർവെല്ലിൽ ഇഷ്ടം പോലെ നമ്പേഴ്സ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഇതാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻ്റഗ്രൽ എന്നുള്ള നൊട്ടേഷൻ കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ പറയണത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ സമ്മാണ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത്. ഇൻ്റഗ്രേഷൻ സമ്മ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതായി ഫ്രം 0 to n എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇൻറ്റിജർ പോയിൻറ്റിൽ മാത്രമേ എടുക്കുന്നുള്ളൂ, കംപ്ലീറ്റ് ഒന്നും കിട്ടിയില്ല. പക്ഷേ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടുമെന്നാണ് പറയണത്. ഇവിടെ നമ്മൾ ചെയ്യണത് ലഗ്രാഞ്ചി പോളിനോമിയൽ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഏതൊരു ഫംഗ്ഷനും ലഗ്രാഞ്ചി പോളിനോമിയൽ കാണാം, ആ പോളിനോമിയലും ആ ഫംഗ്ഷനും ഏകദേശം ഈക്വൽ ആയിരിക്കും അല്ലേ. അതായത് തന്നിട്ടുള്ള പോയിന്റിൽ ഫംഗ്ഷൻ്റെയും പോളിനോമിയലിൻ്റെയും വാല്യൂ ഈക്വൽ ആയിരിക്കും. വേറെ ഏതെങ്കിലും പോയിൻറ്റ്സിലാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ ആ ലഗ്രാഞ്ചി പോളിനോമിയലിൻ്റെ ഇൻ്റഗ്രേഷൻ രീതിയിലാണ് ചെയ്യാൻ പോണത്. കാരണം പോളിനോമിയൽസിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ ഫോർമുല എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് പറയുന്നത്. ജസ്റ്റ് ഞാൻ ഫസ്റ്റത്തെ രണ്ട് മെത്തേഡ് പറയുന്നുണ്ട് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷനിൽ, ട്രപ്പിസോയിഡൽ റൂള്, സിംപ്സൺസ് റൂള്. അപ്പോൾ ഈ ട്രപ്പിസോയിഡൽ റൂളിന് തന്നെ കുറച്ച് സ്റ്റെപ്സൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ആദ്യം കുറച്ച് സ്റ്റെപ്സ് പറയുന്നുണ്ട്. സിംപ്സൺസ് ഏകദേശം ഡയറക്റ്റ് ഫോർമുല പറയുക ചെയ്യണത്. ഫോർമുലയാണ് ഇവിടെ ആവശ്യം, ഫോർമുല പിന്നെ അതിൽ എറർ ഫോർമുല വരും, പ്രോബ്ലം ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് കുറച്ച് തിയറി പറയണത്. The methods of quadrature are based on the interpolation polynomials. Interpolation polynomialsനെ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യണത്. Select set of nodes set x0, x1, etc. xn from the interval close interval a b. ഈ പോയിൻറ്റ്സ് കുറച്ച് പോയിൻറ്റ്സ് ക്ലോസ് ഇൻ്റർവെൽ എ ബിന്ന് ചൂസ് ചെയ്യുക. അതായത് ഇവിടെ ന്യൂമറിക്കൽ ക്വാഡ്രേച്ചർ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രലിനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും മെത്തേഡായിട്ടാണ് ന്യൂമറിക്കൽ ക്വാഡ്രേച്ചറിനെ പറയണത്. ജനറലായിട്ട് പറയുന്ന കേസാണ്. അതിൻ്റെ സബ് കേസസ് ആയിട്ടാണ് നമുക്ക് രണ്ട് റൂൾസ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെന്ന ഇൻ്റർവെല്ലിൽ നിന്ന് കുറച്ച് പോയിൻറ്റ്സ് സെലക്ട് ചെയ്തു, x0, x1, etc. xn.
Here we integrate the Lagrange interpolating polynomial Pn of x equal to summation I from 0 to n f of xi Li of x. അതായത് പി എൻ ഓഫ് എക്സിൻ്റെ ഫോർമുല നമ്മളിത് പറഞ്ഞിരുന്നു, ലഗ്രാഞ്ചി കോഷ്യൻ്റെ Li of x അത് പറയാം. പിന്നെ ഒരു എറർ ടേമും കൂടി ഉണ്ടാകും കൂടെ, അത് നമ്മൾ പറയേണ്ടതിൽ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ട്രങ്കാഷൻ എറർ ടേം ഓവർ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. എറർ ടേം ഓവർ ക്ലോസിൻ്റെ എ ബി ടു ഒപ്റ്റെയിൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണത്, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ലഗ്രാഞ്ചി ഇൻ്റർപോളേറ്റിംഗ് പോളിനോമിയലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ എറർ ടേം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പോളിനോമിയൽ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ഇത് മാത്രമേ യൂസ് ചെയ്തിരുന്നത് അല്ലേ. പിന്നെ എറർ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫോർമുല കൊടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് പി എൻ ഓഫ് എക്സ് ഈക്വൽ ടു ഇത് എഴുതി, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു അങ്ങനെ എഴുതാം കേട്ടോ. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക പ്ലസ് അതിൻ്റെ എറർ ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടുന്നത്. ആൻഡ് ഇറ്റ്സ് ട്രങ്കാഷൻ എറർ ടേം ഓവർ ക്ലോസ് ഇൻ്റർവൽ എ ബി ടു ഒപ്റ്റെയിൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഈ പി എൻ ഓഫ് എക്സ് കൊടുത്തു പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി അവിടുത്തെ എറർ ടേം നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈ ഐ ഫ്രം 0 to n x minus xi എഫ് എൻ പ്ലസ് വൺ ഓഫ് സീറ്റ ബൈ എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ ഡി എക്സ് which is equal to summation I from 0 to n ai f of xi plus 1 by n plus 1 factorial integral a to b pi I from 0 to n x minus xi fn plus 1 of theta of x dx. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് വേർ തീറ്റ ഓഫ് എക്സ് ഈസ് ഇൻ കോസ് ഇൻ്റർവൽ എ ബി ഫോർ ഈച്ച് എക്സ് ആൻഡ് എ ഐ ഈക്വൽ ടു ഇൻ്റർവൽ എ ടു ബി എൽ ഐ ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഐ എന്നുള്ള കോൺസ്റ്റൻ്റാ അല്ലേ. എക്സിന് ഒരു പോയിൻ്റ് വാല്യൂ ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ ഡി എക്സ് എക്സിലുള്ള വേരിയബിൾ ഏതിലാണ് ഉള്ളത്, എക്സ് എന്നുള്ള വേരിയബിൾ കിടക്കുന്നത് എൽ ഐ ഓഫ് എക്സിലാണ്. അപ്പോൾ അതിനെ ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, ഇതിനെ ഔട്ട് സൈഡ് എടുക്കാം അല്ലേ. എഫ് ഓഫ് എക്സ് ഐനെ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഇൻ്റഗ്രൽ എ ടു ബി എൽ ഐ ഓഫ് എക്സ് ഡി എക്സ് ഉണ്ടാവും ഓരോ ഐക്കും. അതിന് നമ്മൾ ജസ്റ്റ് എ ഐ എന്ന് കൊടുത്തു. അതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് സമ്മേഷൻ ഐ ഫ്രം 0 to n എ ഐ എഫ് ഓഫ് എക്സ് ഐ പ്ലസ് ഈ ടേം ഇതിൽ 1 by n plus 1 ഫാക്ടോറിയൽ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ എക്സ് മൈനസ് എക്സ് ഐയിൽ എക്സ് ഉണ്ട്. പിന്നെ എഫ് എൻ പ്ലസ് വൺ ഓഫ് സീറ്റ മീൻ ചെയ്യുന്ന സീറ്റ ഓഫ് എക്സ് ഉണ്ട്. എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സീറ്റ വരുന്നത്. അപ്പോൾ ഓരോ കേസിലും ഓരോ സീറ്റ ആയിരിക്കും. അതുകൊണ്ട് ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഔട്ട് സൈഡ് വരെ 1 by n plus 1 ഫാക്ടോറിയൽ, ബാക്കി ടേം അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്നു. The quadrature formula is therefore integral a to b f of x dx approximately equal to summation I from 0 to n a I f of x. അതായത് ക്വാഡ്രാച്ചർ ഫോർമുല വരുന്നത് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സമ്മേഷൻ ഐ ഫ്രം 0 to n എ ഐ എഫ് ഓഫ് എക്സ് ഐ. അതായത് ഇതാണ് നമ്മൾ ക്വാഡ്രാച്ചർ ഫോർമുല ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതെന്താവും എറർ. ഓക്കെ, അതായത് പി എൻ ഓഫ് എക്സ് വിത്ത് അതിൻ്റെ എറർ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് കാണും. അപ്പോൾ അതിൽ കിട്ടുന്ന എറർ പോർഷൻ അല്ലാതെ എറർ മീൻ ചെയ്യണ ഈ നമുക്ക് ഫോർമുലയിലുള്ള എററിന് നമ്മൾ പറയാറുള്ളത് ട്രങ്കാഷൻ എററാണ്. ആക്ച്വൽ വാല്യൂം നമുക്ക് കിട്ടിയ വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ് കണ്ടെത്തുന്ന എറർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു റൗണ്ട് ഓഫ് എറർ കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ എഴുതുക കേട്ടോ. ആക്ച്വൽ വാല്യൂ നമുക്ക് അപ്രോക്സിമേഷൻ, ഇപ്പോൾ പി എൻ ഓഫ് എക്സ് ആണെങ്കിൽ ഏതാണെങ്കിലും അതിൻ്റെ അപ്രോക്സിമേഷൻ യൂസ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആക്ച്വൽ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ട്രങ്കാഷൻ എറർ. ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള എറർ അത് റൗണ്ട് ഓഫ് എറർ. ഫോർമുല യൂസ് ചെയ്തിട്ടുള്ളത് ട്രങ്കാഷൻ എറർ. അപ്പോൾ ഇവിടുത്തെ ട്രങ്കാഷൻ എറർ അല്ലെങ്കിൽ എറർ എന്താ വരിക, പി എൻ ഓഫ് എക്സിലെ എറർ ഇതായിരുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആകുമ്പോൾ ഇവിടുത്തെ എറർ വരിക ഈ ടേമാണ്. ഓക്കെ, ഈ സെക്കൻഡ് ടേം ഇതാണ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ വരിക. അതാണ് എഴുതിയിട്ടുള്ളത്. അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ എന്താ വന്നിട്ടുള്ളത്, സമ്മേഷൻ ഐ ഫ്രം 0 to n എ ഐ എഫ് ഓഫ് എക്സ് ഐ. എഫ് ഓഫ് എക്സ് അല്ല, എ ഐ എഫ് ഓഫ് എക്സ് ഐ ഉണ്ട് കേട്ടോ. നമ്മൾ തൊട്ട് മുന്നേ എഴുതിയല്ലോ, ഇവിടെ പറഞ്ഞല്ലോ. അതെങ്ങനെ കിട്ടിയിട്ടുള്ളതെന്ന് ചെയ്തിരിക്കുകയാണ് താഴെ. ഓക്കെ, with the error given by e of f. Then just a notation കൊടുത്തു e of f equal to 1 by n plus 1 factorial integral a to b pi I from 0 to n x minus xi fn plus 1 of theta of x dx. Now we consider formulas produced by using first and second Lagrange polynomials with equally spaced nodes.
അതായത് നമ്മൾ ക്വാഡ്രേച്ചർ ഫോർമുല ജനറൽ ഫോം പറഞ്ഞില്ലേ, ഇൻ്റഗ്രേഷൻ കാണാനുള്ള ഒരു ജനറൽ ഫോർമുലയാണ് ക്വാഡ്രേച്ചർ ഫോർമുല. ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷനിൽ യൂസ് ചെയ്യുന്ന ജനറൽ ഫോർമുലയാണ് ക്വാഡ്രേച്ചർ ഫോർമുല. അത് ഇതാണ് വരിക, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വിത്ത് ആൻ എറർ. ഓക്കെ, നിങ്ങൾ ക്വാഡ്രേച്ചർ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതാം, വിത്ത് ആൻ എറർ പറഞ്ഞിട്ട് ഈ കാര്യം വേണമെങ്കിൽ എഴുതാം. പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ കേസായിട്ടാണ് ഇനി 2 മെത്തേഡ്സ് പറയുന്നത്, അതായത് 2 റൂൾസ് പറയുന്നുണ്ട്. അതിലാണ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുള്ളത്. ഇതിൻ്റെ സ്പെഷ്യൽ കേസ് എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലഗ്രാഞ്ചി പോളിനോമിയൽ യൂസ് ചെയ്യണത്. ഫസ്റ്റ് ലഗ്രാഞ്ചി പോളിനോമിയലും സെക്കൻഡ് ലഗ്രാഞ്ചി പോളിനോമിയലും. ഇവിടെ നമ്മൾ nth ലഗ്രാഞ്ചി പോളിനോമിയലിന് ജനറലായിട്ടാണ് പറഞ്ഞത്. ഇനി പറയാൻ പോണത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലഗ്രാഞ്ചി പോളിനോമിയൽസ് യൂസ് ചെയ്തിട്ടുള്ള ഫോർമുലയാണ്. വിത്ത് ഈക്വലി സ്പേസ്ഡ് നോട്ട്സ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നോട്ട്സ് തമ്മിലുള്ള ഡിഫറൻസോ ഒരേപോലെയാവും. അതായത് x0 to x1, x1 to x2 ഒക്കെ സെയിം ഡിഫറൻസ് ആയിരിക്കും. ദിസ് ഗീവ്സ് ദി ട്രപ്പിസോയിഡൽ റൂൾ ആൻഡ് സിംപ്സൺസ് റൂൾ. അതായത് ഫസ്റ്റ് ലഗ്രാഞ്ചി പോളിനോമിയൽ യൂസ് ചെയ്തിട്ട് ഒരു ഫോർമുല കിട്ടും, അതിനെ ട്രപ്പിസോയിഡൽ റൂൾ എന്ന് പറയും. അതുപോലെ സെക്കൻഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു വേറെ ഫോർമുല കിട്ടും, അതിനെ സിംപ്സൺസ് റൂൾ എന്നും പറയും. ട്രപ്പിസോയിഡൽ റൂൾ. To derive the trapezoidal rule for approximating integral a to b f of x dx, let x not equal to a, x1 equal to b, h equal to b minus a. അതായത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് തന്നതെങ്കിൽ എക്സ് നോട്ടായിട്ട് നമ്മൾ എൻ എടുക്കുക, എക്സ് വൺ ആയിട്ട് ബീനെ എടുക്കുക, എച്ച് എന്നുള്ളത് അവ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് എടുക്കുക. ആൻഡ് യൂസ് ദി ലീനിയർ ലഗ്രാഞ്ചി പോളിനോമിയൽ. അതായത് ലീനിയർ ലഗ്രാഞ്ചി പോളിനോമിയൽ മീൻ ചെയ്യണത് ഫസ്റ്റ് ലഗ്രാഞ്ചി പോളിനോമിയൽ. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതാം ഫസ്റ്റ് ലഗ്രാഞ്ചി പോളിനോമിയൽ. p1x ഈക്വൽ ടു നമുക്കറിയാവുന്നതാണ് ഫോർമുലയിൽ. നമ്മൾ ജസ്റ്റ് L1x എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് L2x എഫ് ഓഫ് എക്സ് വൺ എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടാവുക. സോറി, L1x അല്ല, L0x എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് L1x എഫ് ഓഫ് എക്സ് വൺ. പിന്നെ നമ്മൾ ഇത് ചെയ്യാറാണ് പതിവ് അല്ലേ, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ p1(x) ആകുമ്പോൾ എന്താ വരിക, x മൈനസ് എക്സ് വൺ ബൈ എക്സ് നോട്ട് മൈനസ് എക്സ് വൺ. 3 പോയിൻറ്റ്സേ ഉള്ളൂ, സോറി 2 പോയിൻറ്റ്സേ ഉള്ളൂ, എക്സ് നോട്ട് എക്സ് വണ്ണും അല്ലേ. എക്സ് നോട്ട് എക്സ് വണ്ണാണ് ഫസ്റ്റ് ലഗ്രാഞ്ചി പോളിനോമിയലായിട്ട് പോളിനോമിയലാവുമ്പോൾ നമുക്ക് ഉണ്ടാവുക. എക്സ് നോട്ട് എക്സ് വൺ എന്നുള്ള പോയിൻറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ L1x കാണുമ്പോൾ എന്താ വരിക, എക്സ് മൈനസ് L0x കാണുമ്പോൾ എക്സ് മൈനസ് എക്സ് വൺ ബൈ എക്സ് നോട്ട് മൈനസ് എക്സ് വൺ വരും. L1x കാണുമ്പോൾ എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എക്സ് വൺ മൈനസ് എക്സ് നോട്ട് വരും. പിന്നെ എഫ് ഓഫ് എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് വൺ ഒക്കെ അതിൻ്റെ സ്ഥാനത്ത് വരും. അതായത് p1x ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് വൺ ബൈ എക്സ് നോട്ട് മൈനസ് എക്സ് വൺ ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എക്സ് വൺ മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൺ. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് വൺ, ഇതിൻ്റെ ഇൻ്റഗ്രൽ അല്ലേ, ഈ ടേം ഇൻ്റഗ്രൽ p1x പ്ലസ് ഒരു എറർ നല്ല വരിക, ഈ എറർ ടേം അല്ലേ വരിക അല്ലേ. നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ക്വാഡ്രേച്ചർ ഫോർമുല പറഞ്ഞാൽ ഇതാണ്. ഇൻ്റഗ്രേഷൻ കറക്റ്റ് പറയുകയാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ ആ പോളിനോമിയലിൻ്റെ ഇൻ്റഗ്രൽ പ്ലസ് ആ എററിൻ്റെ ഇൻ്റഗ്രൽ അല്ലേ. അപ്പോൾ പോളിനോമിയലിൻ്റെ ഇൻ്റഗ്രലാണ് കൊടുത്തിട്ടുള്ളത്, പ്ലസ് എററിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വന്നു, 1/2 ഇൻ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് വൺ എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറ്റ ഓഫ് എക്സ് എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. അതായത് അവിടെ i ഫ്രം 0 to n കൊടുത്തിട്ടുണ്ട്, ഇവിടെ n എന്താ വരിക, 1 ആണ് അല്ലേ. ഫസ്റ്റ് അല്ലേ പറയുന്നത്, ഫസ്റ്റ് ലഗ്രാഞ്ചി പോളിനോമിയൽ n 1 ആണ്. അപ്പോൾ എക്സ് നോട്ട് എക്സ് വണ്ണിൻ്റെ ടേമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആക്കി കൊടുത്തു. ഓക്കെ, ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എക്സ് നോട്ട് ടു 1/2 ഇൻ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് വൺ എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറ്റ ഓഫ് എക്സ് എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ ഡി എക്സ്. By a theorem for some theta in open interval x naught x1 integral x naught to x1 f double dash of theta of x into x minus x naught into x minus x1 dx equal to f double dash of theta integral x naught to x1 x minus x naught into x minus x1 dx. ഒരു തിയറം വെച്ചിട്ടാണ് പറയുന്നത്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് തിയറം എന്ന് എഴുതിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു തിയറം വെച്ചിട്ട് പറയണം എന്താ വെച്ചാൽ ഇതിനൊരു കോൺസ്റ്റൻറ്റ് ടേം ആയിട്ട് കൺസിഡർ ചെയ്യുക, വെയ്റ്റഡ് ഇൻഡെക്സ് തിയറം അങ്ങനെ എന്താണ് പേര്. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറ്റ ഓഫ് എക്സ് ഇതിനൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഔട്ട് സൈഡ് എടുക്കാമല്ലോ ഇൻ്റഗ്രേഷൻ്റെ. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറ്റ എന്ന് തന്നെ എഴുതി. ഓക്കെ, എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറ്റ ഇൻ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് വൺ എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ ഡി എക്സ്. ഇതിന് ജസ്റ്റ് പ്രോഡക്റ്റ് കൊണ്ട് എഴുതിയതാണിത്. അങ്ങനെ പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ജസ്റ്റ് ഒരു പോളിനോമിയലാണ്, എക്സിലുള്ളൊരു പോളിനോമിയലായിട്ട് കാണാം. കാരണം എക്സ് വൺ എക്സ് നോട്ടൊക്കെ ഇവിടെ കോൺസ്റ്റൻസ് ആണ്.
അപ്പോൾ ഇതിൻ്റെ ഇൻറ്റഗ്രേഷനും കാണാൻ എളുപ്പമാണ്. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എഴുതിയ വാല്യൂ ആണിത്. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് കൊടുക്കണം x0 ടു x1 അല്ലേ. ഇവിടെ കിട്ടിയിട്ടുള്ളത് f′′ എക്സ് ക്യൂബ് ബൈ 3 മൈനസ് x1 പ്ലസ് x0 x²/2 പ്ലസ് x0 x1 എക്സ് ലിമിറ്റ് x0 ടു x1 ആണ്. അപ്പോൾ ആദ്യം x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ f′′ പുറത്തുണ്ട്. പിന്നെ x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴുള്ള ടേം എഴുതി. എക്സിൻ്റെ സ്ഥാനത്ത് x1 കൊടുത്തു. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് x0 കൊടുത്ത ടേം എഴുതി. അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കിട്ടും. ഒരേപോലെയുള്ള ടേംസൊക്കെ ക്യാൻസൽ ചെയ്ത് പോകാനും ചേർത്ത് എഴുതാനൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുക. ഇവിടെ ഇതിനൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇത് മൈനസ് ഓഫ് x1 മൈനസ് x0 ഹോൾ ക്യൂബ് ബൈ 6ൻ്റെ എക്സ്പാൻഷനായിട്ടാണ് ഇത് വരിക. ഇത് ചെയ്ത് നോക്കിയാൽ മതി. x1 മൈനസ് x0 ഹോൾ ക്യൂബ് ചെയ്യുക ഇൻറ്റു -1/6 ചെയ്താൽ ഇതാ കിട്ടുക. ഓക്കെ, x1 മൈനസ് x0 നമുക്ക് h എന്ന് കൊടുക്കാം. അതല്ല നമ്മൾ പറഞ്ഞത് b മൈനസ് a എന്നുള്ളതും ഇവിടെ h ആണ്. b മൈനസ് എയിൽ b എന്നുള്ളത് x1 ആണ്, a എന്നുള്ളത് x0 ആണ്. ദാറ്റ് ഈസ് x1 മൈനസ് x0 എന്നുള്ളത് h ആണ്. അപ്പോൾ നമുക്ക് എന്താ വരിക? -h³ ബൈ 6 ഇൻറ്റു f′′ ദെൻ ഇൻറ്റഗ്രൽ a ടു b f ഓഫ് x dx ഈക്വൽ ടു എന്ത് വരും? നമ്മൾ മുന്നത്തെ ആ ഫസ്റ്റ് ടേമിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. അതായത് ആ പോളിനോമിയൽ, ഇതിപ്പോൾ എറർ ടേമിനെ കണ്ടിട്ട് എഴുതിയതാണ്. ഓക്കെ, ഈ എറർ ടേമിനെ കണ്ടിട്ട് എഴുതിയതാണ് ഇത്. അവിടെ 1/2 കിടക്കുന്നുണ്ട്, അത് ഓർമ്മ വേണം. ഫോർമുലയിൽ വേണമെങ്കിൽ ഇക്വേഷൻ 1 വേണമെങ്കിൽ എഴുതിക്കോട്ടോ. ഓക്കെ, ഇതിന് 1 കൊടുത്തിട്ട് 1 ഇംപ്ലൈസ് എന്ന് എഴുതിക്കോ. അപ്പോൾ അവിടെ ഫസ്റ്റ് ടേമിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എഴുതിയതാണിത്. എന്ത് ചെയ്യുന്നത്? ഇതാ x മൈനസ് x1 ബൈ x0 മൈനസ് x1 എഫ് ഓഫ് x0. ഇവിടെ നോക്കണം ഈ ഇൻറ്റഗ്രേഷൻ എങ്ങനെ വരിക? എഫ് ഓഫ് x0 ഈ താഴെ കിടക്കുന്ന x0 മൈനസ് x1 കോൺസ്റ്റൻ്റ് ആണ്. അതായത് അത് ജസ്റ്റ് ഔട്ട് സൈഡ് എടുത്ത് എഴുതാം. എഫ് ഓഫ് x0 ബൈ x0 മൈനസ് x1 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് x മൈനസ് x1 ആണ് വരിക. ഇൻറ്റഗ്രൽ ഓഫ് x മൈനസ് x1 എന്താ വരിക? ഇൻറ്റഗ്രൽ ഓഫ് എക്സ് എന്താ വരിക? ആ ഫോർമുലയിൽ തന്നെ വരിക. ഓക്കെ, കാരണം അതിൻ്റെ കൂടെ കിടക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എക്സ് ആണ് ഉള്ളത്, പിന്നെ കൂടെ ഉള്ളത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു ഡെറിവേറ്റീവ്, അതിൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡ് ചെയ്യുക ആ രീതിയിലൊക്കെ നമുക്ക് ഇൻറ്റഗ്രേഷൻ ആകുമ്പോൾ വരിക. പക്ഷേ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതെന്താ വരിക? നമ്മൾ എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്താ എടുക്കുക? x²/2. അപ്പോൾ x മൈനസ് x1ൻ്റെ ഇൻറ്റഗ്രൽ വരിക x മൈനസ് x1 ഹോൾ സ്ക്വയർ ബൈ 2 എന്നാണ് വരിക. വേണമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടുള്ളൂ. x മൈനസ് x1 ഹോൾ സ്ക്വയർ ബൈ 2 എന്നാണ് വരിക. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുക എഫ് ഓഫ് x0 ബൈ x0 മൈനസ് x1 അവിടെ ഉണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ x മൈനസ് x1 ഹോൾ സ്ക്വയർ ബൈ 2 കൂടി ഉണ്ടാവും. അതുപോലെ ഇവിടെ ഉണ്ടാവും. അതാണ് എഴുതിയിട്ടുള്ളത്. ഇതാ x മൈനസ് x1 ഹോൾ സ്ക്വയർ ബൈ 2 പുതിയ കിട്ടിയത്. ആദ്യമുള്ള x0 മൈനസ് x1 ഇൻറ്റു എഫ് ഓഫ് x0. അടുത്ത ടേമിലും അതുപോലെ x മൈനസ് x0 ഹോൾ സ്ക്വയർ ബൈ 2 x1 മൈനസ് x0 ഇൻറ്റു എഫ് ഓഫ് x1. പിന്നെ ഇൻറ്റഗ്രേഷൻ്റെ ലിമിറ്റ് കൊടുക്കണമല്ലോ. x0 ടു x1 ആണ്. പിന്നെ എറർ ടേം നമുക്ക് ചെയ്താൽ കിട്ടണം ഇതാണെന്ന് പറഞ്ഞു. -h³ ബൈ 12 എങ്ങനെയാണ് വന്നത്? ഇവിടെ ഒരു 1/2 ഉണ്ട് അല്ലേ. ഇവിടെ നമുക്ക് h³ ബൈ 6 ഉണ്ട്, ഇവിടെ 1/2 ഉണ്ട്. രണ്ടും ചേരുമ്പോൾ h³ ബൈ 12 എഴുതാം. h³ ബൈ 12 f′′ ഓഫ് θ വിച്ച് ഈസ് ഈക്വൽ ടു x1 മൈനസ് x0 ബൈ 2 എഫ് ഓഫ് x0 പ്ലസ്, അതായത് ഇത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണ് ചെയ്യണത്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേ x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആദ്യത്തെ ടേം 0 ആയി പോകും അല്ലേ. x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x1 മൈനസ് x1 ഹോൾ സ്ക്വയർ അത് 0 ആവും അല്ലേ. പിന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ x1 മൈനസ് x0 ഹോൾ സ്ക്വയർ ബൈ 2 ഇൻറ്റു x1 മൈനസ് x0. അപ്പോൾ ഇവിടെ x1 മൈനസ് x1 മൈനസ് x0 ഉണ്ട്. അപ്പോൾ മുകളിലത്തെ ഒന്ന് ക്യാൻസൽ ചെയ്ത് പോകും. x1 മൈനസ് x0 ബൈ 2 എഫ് ഓഫ് x1 ആണ് ഉണ്ടാവുക. അതാണ് ഈ എഴുതിയിട്ടുള്ളത്. x1 മൈനസ് x0 ബൈ 2 എഫ് ഓഫ് x1 മൈനസ് x0 കൊടുക്കുമ്പോൾ കിട്ടുന്നത് എന്താ വരിക? ഇവിടെ x0 കൊടുക്കുമ്പോൾ x0 മൈനസ് x1 ഹോൾ സ്ക്വയർ ബൈ 2 x0 മൈനസ് x1 എഫ് ഓഫ് x0 വരും. നേരത്തെ പോലെ x0 മൈനസ് x1 ഒന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി ഉണ്ടാവുക x0 മൈനസ് x1 ബൈ 2 എഫ് ഓഫ് x0. പിന്നെ മൈനസ് ഓഫ് എന്നല്ലേ, ആ മൈനസ് ഉണ്ടാവും. മൈനസിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെന്താവും? x0 മൈനസ് x1 ബൈ 2 എഫ് ഓഫ് x0 ആവും. ആ ടേമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങളതൊക്കെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ നോക്കാം. കുഴപ്പമൊന്നുമില്ല. തിയറി ആവശ്യമില്ല, സ്റ്റെപ്സ് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് വല്ല പറയാത്തത്. -h³ ബൈ 12 f′′ ഓഫ് θ.
നമുക്ക് കാര്യങ്ങൾ ഇതൊക്കെ വന്നത് മനസ്സിലാവണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ പറയണത്. ഡയറക്റ്റ് നമ്മളൊരു ഫോർമുല പറയുമ്പോൾ സുഖമില്ലല്ലോ, എക്സാമിന് അതൊക്കെ മതിയെങ്കിലും അത് പറയുമ്പോൾ. അപ്പോൾ ഇതെന്ത് വരും, x1 - x0/2 ഔട്ട്സൈഡ് എടുക്കാം അല്ലേ. ബാക്കി f(x0) + f(x1) - h³/12 f'(θ). അതായത് ഇവിടുത്തെ ഫോർമുല എന്താ പറയുക, x1 - x0 നമുക്ക് h കൊടുക്കാം അല്ലേ. x1 - x0 ആയിട്ട് h ആണ് എടുത്തത്. യൂസിങ് ദ നൊട്ടേഷൻ h = x1 - x0 ഗിവ്സ് ദി ഫോളോയിങ് റൂൾ. അതായത് ഇവിടെ എച്ചും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫോർമുലയാണ് ട്രപ്പിസോയിഡൽ റൂൾ എന്ന് പറയുന്നത്. Integral a to b f(x) dx = h/2 f(x0) + f(x1) - h³/12 f'(θ). അപ്പോൾ ഇവിടെ നമ്മൾ പ്രോബ്ലം ഇൻ്റഗ്രൽ വാല്യൂ കണ്ടെത്താൻ വേണ്ടി ഇതാ യൂസ് ചെയ്യുക. അതായത് ദിസ് ഇൻ്റഗ്രേഷൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു പറഞ്ഞിട്ട് ഇത് എഴുതും. വിത്ത് ആൻ എറർ പറഞ്ഞിട്ട് എറർ ടേം ആയിട്ടാണ് ഈ കാര്യം പറയാറുള്ളത് പ്രോബ്ലം ചെയ്യുമ്പോൾ. ട്രപ്പിസോയിഡ് റൂള് ഫോർമുല വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതാം കേട്ടോ. ദിസ് ഈസ് കാൾഡ് ദി ട്രപ്പിസോയിഡ് റൂൾ ബിക്കോസ് വെൻ എഫ് ഈസ് എ ഫംഗ്ഷൻ വിത്ത് പോസിറ്റീവ് വാല്യൂസ് ഇൻ്റഗ്രൽ a to b f(x) dx ഈസ് അപ്രോക്സിമേറ്റഡ് ബൈ ദി ഏരിയ ഇൻ എ ട്രപ്പിസോയിഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. ട്രപ്പിസോയിഡ് റൂൾ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ വാല്യൂ കിട്ടുക, കറക്റ്റ് വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുക ഏരിയ ഓഫ് എ ട്രപ്പിസോയിഡ് ആയിട്ടാണ് കിട്ടുക. ഇതാണ് ട്രപ്പിസോയിഡ്, ഈ ഷെയ്ഡ് റീച്ച് ചെയ്യാൻ ഇതിൻ്റെ ഏരിയ ആയിട്ടാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് വാല്യൂ വരിക. ഓക്കെ, നമുക്ക് ചോദിക്കുന്ന ഇൻ്റർവെലിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. കറക്റ്റ് വാല്യൂ ഓഫ് ദി ഏരിയ ഓഫ് എ ട്രപ്പിസോയിഡ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ ട്രപ്പിസോയിഡ് റൂൾ എന്ന് പറയുന്നത്. The error term for the trapezoidal rule involves f''. Error term f' of θ ആണ് വരുന്നത് അല്ലേ, f'' ഉണ്ട്. So the rule gives the exact result when applied to any function whose second derivative is identically 0. അതായത് ഒരു ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ f'' of θ കാണുമ്പോൾ 0 ആയിപ്പോയി അല്ലേ. f'' of x തന്നെ 0 ആയാൽ പിന്നെ സീറ്റിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് 0 കിട്ടുക. അതായത് ആ എറർ ടേം അവിടെ ഉണ്ടാവില്ല. അപ്പം നമുക്ക് കിട്ടണത് എന്താണെന്ന് പറയാം, എറർ ഇല്ലെങ്കിൽ എറർ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സാക്റ്റ് വാല്യൂ തന്നെയാണെന്ന് പറയാം. അതാണ് ഇവിടെ പറഞ്ഞത്. ദാറ്റ് ഈസ് എനി പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1 or less. അതായത് എനി പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1 or less, 1 ഡിഗ്രിയുള്ള പോളിനോമിയൽ ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആയി പോകും. ഫോർ എക്സാമ്പിൾ 1 ഡിഗ്രിയുള്ള പോളിനോമിയൽ പറഞ്ഞാൽ 2x എടുക്കുക. അതിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 2 വരും, സെക്കൻഡ് ഡെറിവേറ്റീവ് ആകുമ്പോൾ 0 പോകും അല്ലേ. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് ആയിട്ട് വരും, അത് 0 ആവും. അപ്പോൾ പോളിനോമിയലാണെങ്കിൽ ഈ കാര്യം പറയാം. എങ്ങനത്തെ പോളിനോമിയൽ, ലീനിയർ പോളിനോമിയൽ, ഡിഗ്രി 1 ഉള്ള പോളിനോമിയലോ അത് അല്ലെങ്കിൽ അതിന് താഴെ ഡിഗ്രിയുള്ള പോളിനോമിയലോ, അല്ലെങ്കിൽ അതായത് കോൺസ്റ്റൻ്റ് വരാണെങ്കിലും ഇങ്ങനെ തന്നെ വരും അല്ലേ. കോൺസ്റ്റൻ്റ് ആയ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയി, പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ കാര്യം പറയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എറർ ഇല്ല എന്ന് പറയാൻ കിട്ടുന്നത് എന്താണ്, ആക്ച്വൽ ഇൻ്റഗ്രൽ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. എറർ 0 ആണെങ്കിൽ പിന്നെ കിട്ടുന്നത് ആക്ച്വൽ ഇൻ്റഗ്രൽ വാല്യൂ തന്നെയാണ്. ഓക്കെ, പിന്നെ ഈ ഫിഗർ ഒന്ന് നോക്കട്ടെ എങ്ങനെ വന്നിട്ടുള്ളത്. നമ്മളിവിടെ y = f(x)ൻ്റെ കർവാണ് ഇത് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ കിട്ടണ, നമ്മൾ ഇൻ്റഗ്രേഷൻ ആക്ച്വലി ചെയ്യണത് ഈ റീജിയൻ്റെ ഏരിയ ആയിട്ടാണ്. നമുക്ക് കിട്ടേണ്ടത് ശരിക്കും ഈ കംപ്ലീറ്റ് റീജിയൻ കിട്ടണം അല്ലേ. അതായത് എക്സ് ആക്സിസും ഈ കർവും പരസ്പരം ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് റീജിയൻ്റെ ഒരു ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ. f(x) എന്നുള്ള കർവും എക്സ് ആക്സിസും. അപ്പോൾ നമ്മൾ ഈ റൂൾ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രേ കിട്ടണുള്ളൂ. അതാണ് പറയണത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഈ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് കിട്ടുക. ഇത്രയും റീജിയൻ്റെ നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അല്ലേ, ഇത്രയും റീജിയൻ്റെ അതിൽ ഇല്ല. അപ്പോൾ ഇത് ശരിക്കും ഇത്രയും റീജിയൻ്റെ ഏരിയ പറയുമ്പോൾ ശരിക്കും ഒരു എററായിട്ട് പറയാം അല്ലേ. ഇതിൻ്റെ അതിൽ ഉൾപ്പെടുന്നില്ല, സോ അതൊരു എററാണ്. ടോട്ടൽ ഏരിയ പറയുമ്പോൾ ഇവിടെ മുതൽ കംപ്ലീറ്റ് ഉണ്ടാവും. ഇൻ്റഗ്രൽ a to b പറയുമ്പോൾ ഇത് മുതൽ ഇതുവരെ ഇത് കംപ്ലീറ്റ് ഉണ്ടാവും സാധാരണ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ. പക്ഷേ ട്രപ്പിസോയിഡ് റൂൾ ആകുമ്പോൾ നമുക്ക് ഈ ട്രപ്പിസോയിഡിൻ്റെ ഒരു ഏരിയ മാത്രമാണ് കിട്ടുന്നത്. അത് ആക്ച്വൽ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂവിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണെന്ന് പറയാം, കറക്റ്റ് ഈക്വൽ വാല്യൂ ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം അവിടെ ഒരു എറർ വരും. ഇനി ഈക്വലായിട്ട് വരുന്ന കേസ് നമ്മൾ പറഞ്ഞു എന്താണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ആ എറർ ടേം 0 ആവും. അപ്പോൾ നമുക്ക് എന്തായാലും രണ്ടും ഈക്വലായിട്ട് തന്നെ വരും. അതായത് ഈ കർവ് ഇങ്ങനെ ഇതിനോട് കുറച്ചും കൂടി രണ്ടും അടുത്തടുത്ത് ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും.